properties and determination of molar mass. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഇന്ന്. ഒന്ന് റിലേറ്റീവ് ലോറിംഗ് ഓഫ് വേപ്പർ പ്രഷറും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റുമാണ് പഠിക്കുന്നത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിന്ന് പഠിക്കാം. ഇത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ തന്നെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും എപ്പോഴാണ് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മളൊരു വോളറ്റൈൽ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സൊല്യൂഷനിൽ പലതരം പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ഈ വേപ്പർ പ്രഷറിൻ്റെ ഡിക്രീസിനെ കണക്ട് ചെയ്തിട്ട് ആണ് ഉള്ളത്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിലേറ്റീവ് ലോറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെൻറ്റ്, depression of freezing point of the solvent, elevation of boiling point of the solvent, and osmotic pressure of the solution. അപ്പോൾ ഇന്ന് മൂന്നെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റും, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റുമാണ് പഠിക്കുന്നത് സോൾവെൻറ്റിൻ്റെ. അപ്പോൾ ഈ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷനാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ. അപ്പോൾ ഈ പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അതായത് ഓൾ ദീസ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. ഏത് പാർട്ടിക്കിൾസാണ്? സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾസ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ റിലേറ്റീവ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. Such properties are called colligative properties. അപ്പോൾ സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കോ എന്ന് പറഞ്ഞു വെച്ചാൽ ടുഗെദർ എന്നാണ് അർത്ഥം. ലിഗേർ എന്ന് പറഞ്ഞു വെച്ചാൽ അതിൻ്റെ അർത്ഥം ടു ബൈൻഡ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിലേക്ക് കടക്കാം. സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെക്കാട്ടിലും എപ്പോഴും ലെസ്സായിരിക്കും. നമ്മൾ റോൾസ് ലോ ഒക്കെ പഠിക്കുമ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. റോൾസ് ലോ എസ്റ്റാബ്ലിഷ് ദാറ്റ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദെയർ ഐഡൻറ്റിറ്റി. വേപ്പർ പ്രഷറിൻ്റെ ലോവറിംഗ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പക്ഷേ ആ പാർട്ടിക്കിൾസിൻ്റെ നേച്ചറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റോൾസ് ലോ പഠിക്കുമ്പോൾ പഠിച്ചു P1 = x1 P1 0 എന്ന് പഠിച്ചു. ഇതിൽ P1 പറയുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷറും P10 എന്ന് പറയുന്നത് പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറുമാണ്. അപ്പോൾ ഡെൽറ്റ P1 റിഡക്ഷൻ ഇൻ വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെൻറ്റിനെ നമുക്ക് P10 - P1 എന്ന് കൊടുക്കാം. കാരണം P10 ആണ് എപ്പോഴും P1-നെക്കാട്ടിലും ഗ്രേറ്റർ. അപ്പോൾ നമുക്ക് P1-നെ നമുക്ക് എങ്ങനെ കൊടുക്കാം? P1-നെ ഈ ഇക്വേഷൻ P1 = x1 P10 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ P10 - P10 x1 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ P10 വെളിയിലെടുത്തു, അപ്പോൾ 1 - x1 എന്ന് കിട്ടി. ഈ x1-നെ തന്നെ നമുക്ക് x2-നെ നമുക്ക് 1 - x1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ P1 നമ്മൾ ഇങ്ങനൊരു ഡെൽറ്റ P1 എന്ന് പറയുന്നത് ഈ 1 - x1-നെ മാറ്റിയിട്ട് x2 P10 എന്ന് കൊടുത്തു. ക്ലിയർ? അപ്പോൾ ഡെൽറ്റ P1 എന്ന് നമുക്കറിയാം P10 - P1 ആണ്. അപ്പോൾ ഡെൽറ്റ P/P10 എന്നുള്ളത് P10 - P1/P10 എന്ന് കൊടുക്കുക = x2. അതായത് ഡെൽറ്റ P1/P10 എന്ന് പറയുന്നത് x2 ആണ്. നമ്മൾ ഡെൽറ്റ P1-നെ ഒന്ന് ഫുൾ ഫോം ആയിട്ട് എഴുതി, അതായത് P10 - P1/P10 എന്ന് കൊടുത്തു. അപ്പോൾ ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് സെവറൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്സ് ദ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ദ സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സൊല്യൂട്ട്സ്. പല സൊല്യൂട്ട്സിൻ്റെ മോൾ ഫ്രാക്ഷൻ്റെ സമ്മായിരിക്കും വേപ്പർ പ്രഷറിൻ്റെ ലോവറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി expression on the left hand side of the equation which mentioned earlier is the lowering of relative lowering of vapor pressure and is equal to mole fraction of the solute.
അതായത് ഡെൽറ്റ P1/P10 എന്ന് പറയുന്നതാണ് x2 എന്ന് നമ്മൾ പഠിച്ചത്. അതായത് P10 മൈനസ് P1/P10 ഈസ് ഈക്വൽ ടു N2/N1 പ്ലസ് N2. നമുക്കറിയാം N1 എന്ന് പറയുന്നത് ഇതിൽ സോൾവെൻറ്റും സൊല്യൂട്ടും നോക്കട്ടെ. N1 and N2 ആർ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് ആൻഡ് സൊല്യൂട്ട്. N1 എന്ന് പറയുന്നത് സോൾവെൻറ്റ്, N2 എന്ന് പറയുന്നത് സൊല്യൂട്ടും ആണ്. നമുക്കറിയാം N2 സൊല്യൂട്ട് മോളിക്യൂൾസ് ആണ് വളരെയധികം കുറവ്. അപ്പോൾ നമുക്കതിനെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് N2/N1 കിട്ടി. ഇനി N2 N1 നമുക്ക് ഫുള്ളായിട്ട് എഴുതാം. എങ്ങനെ കാണും? N2 W2/M1. അതായത് N2ൻ്റെ മാസ് ബൈ ഗിവൺ മാസ് ആണല്ലോ മോൾസ്. അപ്പോൾ N എന്ന് പറയുന്നത് മോളാണെന്ന് നമുക്കറിയാം. അപ്പോൾ മോള് കണ്ടുപിടിക്കാനുള്ള വിദ്യ നമ്മളിവിടെ എഴുതി. അപ്പോൾ W2/M2 ഇൻറ്റു M1/W1. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഗിവൺ മാസ് ബൈ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ് മോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ N2 പറയുന്നത് W2/M2 ആയി, N1 പറയുന്നത് W1/M1 ആയി. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു കണക്ക് ചെയ്യാം. ഇതിൽ നിന്നും ക്യാപിറ്റൽ M1ഉം അല്ലെങ്കിൽ ക്യാപിറ്റൽ M2 കാണാനുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. M1 എന്ന് പറയുന്നത് എന്താണ്? സോൾവെൻറ്റിൻ്റെ മോളാർ മാസ്. M2 എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. W1 പറയുന്നത് ഗിവൺ മാസ് ഓഫ് ദ സോൾവെൻറ്റ് ആൻഡ് W2 ഈസ് ദ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. അത് ഓർമ്മയിൽ വെക്കണം. കണക്ക് ചെയ്യാം. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ അറ്റ് സർട്ടൻ ടെമ്പറേച്ചർ ഈസ് 0.850 bar. അപ്പോൾ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ആണ്. അപ്പോൾ P10 ഈസ് 0.850 bar. A non-volatile non-electrolyte solid weighing 0.5 gram when added to 39 gram of benzene. Given mass 0.5 ആണ്. ബാക്കി എന്താണ്? ഒരു സൊല്യൂട്ടിൻ്റെ ഗിവൺ മാസ് 0.5 ആണ്. സോൾവെൻറ്റിൻ്റേത് 39 gram ആണ്. ബെൻസീൻ്റെ മോളാർ മാസ് 78 gram ആണ്. അപ്പോൾ സോളിഡിൻ്റെ മോളാർ മാസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ 0.845 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ P10 എത്രയാണ്? 0.850. P എത്രയാണ്? 0.845 അല്ലേ? അപ്പോൾ 0.850 മൈനസ് 0.845 ബൈ 0.850 ഇസ് ഈക്വൽ ടു ആ ഇക്വേഷൻ മേലെ തന്നിരിക്കുന്ന ഇക്വേഷനാണ് ചെയ്യുന്നത്. 0.5 gram ഇൻറ്റു 78/M2 ഇൻറ്റു 39. ഇതിൽ നിന്ന് M2നെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ കണക്കിലുള്ള മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള വഴി. ഇനി അടുത്തത് നോക്കാം. ഇതിൽ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു ഡൗട്ട് വരും. അടിയിൽ പാർഷ്യൽ പ്രഷറാണോ അതോ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻ്റ് ആണോ എന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിക്കുക. സൊല്യൂഷൻ ടു പ്യുവർ സോൾവെൻ്റ് ആണ് എപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന റിലേറ്റീവ് ലോറിങ് ഓഫ് വേപ്പർ പ്രഷർ അല്ലേ? പാർഷ്യൽ പ്രഷർ ടു അല്ലല്ലോ. പ്യുവർ സോൾവെൻറ്റും സൊല്യൂഷനും തമ്മിലുള്ള പ്രഷറാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ മേലെ എപ്പോഴും സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും താഴെ എപ്പോഴും പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ആലോചിച്ചാൽ മതി? ഡെൽറ്റ P/P10. ഇനി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടും. അപ്പോൾ ശരി, നമ്മൾ കുറേ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത കാര്യം തന്നെ പറയുന്നു. വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴാണ് ഒരു സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്നത്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 100°C ആണ്. അതായത് 373.15 Kelvin. ആ 373.15 Kelvin എപ്പോഴാണോ കെൽവിനിലുള്ള വേപ്പർ പ്രഷർ എപ്പോഴാണോ 180th ഈക്വൽ ആവുന്നത് അപ്പോഴാണ് അത് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ 373.15 Kelvinലാണ് വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ 180th ഈക്വൽ ആവുന്നത്. ഇനി
വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ് ഡിക്രീസസ് ഇൻ ദ പ്രസൻസ് ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി പ്യുവർ സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ വേരിയേഷൻ വേപ്പർ പ്രഷറിൽ ഉണ്ടാവുന്ന ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു സൂക്രോസ് സൊല്യൂഷൻ എടുക്കുക. സൂക്രോസ് സൊല്യൂഷനിൽ എന്തൊക്കെയാണുള്ളത്? സൂക്രോസ് എന്ന സൊല്യൂട്ടും ഉണ്ടാവും, വാട്ടർ എന്ന സോൾവെൻറ്റും ഉണ്ടാവും. അതിൻ്റെ വേപ്പർ പ്രഷർ എപ്പോഴും 1.013 ബാറിനെക്കാട്ടിലും കുറവായിരിക്കും 373.15 കെൽവിനിൽ. 100 ഡിഗ്രി സെൽഷ്യസിൽ 180നെക്കാട്ടിലും കുറവാണ് അതിൻ്റെ വേപ്പർ പ്രഷർ. അപ്പോൾ അതിനെ ബോയിൽ ചെയ്യണമെങ്കിൽ വേപ്പർ പ്രഷർ കൂട്ടേണ്ടി വരും, അല്ലേ? സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കൂട്ടേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ റേസ് ചെയ്യണം. ബോയിലിംഗ് പോയിൻറ്റിന് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനെക്കാട്ടിലും, അതായത് പ്യുവർ സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനെക്കാട്ടിലും ടെമ്പറേച്ചർ റേസ് ആകുമ്പോഴാണ് ആ സൊല്യൂഷൻ്റെ സൂക്രോസ് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് എത്തുക. അപ്പോൾ സൂക്രോസ് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് എപ്പോഴും പ്യുവർ സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ സിമിലർ ടു ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ പോലെ തന്നെ ബോയിലിംഗ് പോയിൻറ്റ് റേസ് ചെയ്യുന്നതും നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ നേച്ചറിനെ അല്ല, സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 1 mole ഓഫ് സൂക്രോസ് ഇൻ 1000 gram ഓഫ് വാട്ടർ ബോയിൽസ് അറ്റ് 373.52 കെൽവിൻ അറ്റ് 1 atm പ്രഷർ. അപ്പോൾ സൂക്രോസ് എപ്പോഴാണ് ബോയിൽ ചെയ്യുക? 373.52 കെൽവിനിലാണ്, 1 atm പ്രഷറിൽ 1000 gram ഓഫ് വാട്ടറിൽ. TB0 be the boiling point of pure solvent and TB be the boiling point of solution. TB എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റും TB0 എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റും ആയിരിക്കും. അപ്പോൾ റൈസ് ഇൻ ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറയുന്നത്, ഇൻക്രീസിങ് ബോയിലിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ TB ആയിരിക്കും. അതെങ്ങനെ എപ്പോഴും കാണാം? TB മൈനസ് TB0. നമുക്കറിയാം സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്. സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിന്, പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ TB മൈനസ് TB0 ആണ് ഇവിടെ വരിക. അപ്പോൾ നമ്മൾ എലിവേഷൻ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കാണിക്കുമ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഓഫ് എലിവേഷൻ പോയിൻറ്റ് ഡെൽറ്റ TB എന്ന് പറയുന്നത് മോളാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ടിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതായത് മൊളാലിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഏത്? ഡെൽറ്റ TB എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ എം. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റുമ്പോൾ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KBM എന്ന് കിട്ടും. KB ആണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ്. KBയെ നമ്മൾ ബോയിലിംഗ് പോയിൻറ്റ് എലിവേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ ഗ്രാഫ് നോക്കുക. വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ്. വേപ്പർ പ്രഷർ Y ആക്സിസിലും ടെമ്പറേച്ചർ X ആക്സിസിലും. അതിൽ കണ്ടു സോൾവെൻ്റ് ആണ് മേലെ നിൽക്കുന്നത്. കുറച്ച് ടെമ്പറേച്ചറിൽ തന്നെ സോൾവെൻ്റ് മേലെ എത്തി. സൊല്യൂഷന് ഇത്തിരി കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് സൊല്യൂഷനെക്കാട്ടിലും ലോവർ ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ TB എന്ന് പറയുന്നത് TB മൈനസ് TB0 ആയിരിക്കും. ഇത് ശ്രദ്ധിക്കുക. ഇനി ഇക്വേഷനിലേക്ക് കടക്കാം. നമുക്ക് മൊളാലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ഓർത്ത് നോക്കിയേ. അതായത് മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ്, അല്ലേ? മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം, അല്ലേ? ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്കതിനെ ഇക്വേഷൻ ഇത്തിരി ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ W2/M2I, mass of solute by molar mass of solute by mass of solvent W1/1000. 1000 എന്തുകൊണ്ടാണ് ചെയ്യാൻ കാരണം? അത് കിലോഗ്രാമിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. 1000 ഇൻറ്റു അപ്പോൾ W2/M2 ഇൻറ്റു W1. അപ്പോൾ M ഇവിടെ കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ കൊടുത്തു. KB ഇൻറ്റു 1000 ഇൻറ്റു W2/M2 ഇൻറ്റു W1. ഇതിൽ നിന്ന് മോളാർ മാസ് കാണാൻ നമുക്ക് അറിയാമല്ലോ, മാക്സും കുറേ കണക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് അതേപോലെ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ
ഇനി 18 gram of glucose is dissolved in 1 kilogram of water in saucepan. At what temperature will water boil? At 1.013 bar. അപ്പോൾ നമുക്ക് ടി ബി ആണ് കാണേണ്ടത്. കെ ബി ഫോർ വാട്ടർ ഈസ് 0.52 കിലോഗ്രാം. നമുക്ക് ടി ബി സീറോ അറിയില്ലേ, എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ കെൽവിനിലാണ് പറയുന്നതെങ്കിൽ 373.15 കെൽവിൻ, അല്ലെങ്കിൽ 373 റൗണ്ട് ചെയ്തിട്ട് അങ്ങനെയും പറയാം. 373.15 കെൽവിൻ ആണ് കറക്റ്റ്. ഇനി നമ്മൾ കാണേണ്ടത് ആദ്യം മൊളാലിറ്റി കാണണം. മൊളാലിറ്റി കാണുന്നത് നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ ഫസ്റ്റ് ഗ്ലൂക്കോസിൻ്റെ മോൾസ് കാണാം. നമുക്ക് ഇവിടെ ഫോർമുല തന്നിട്ടുണ്ട് ഗ്ലൂക്കോസിൻ്റെ C6H12O6. അതിൽ നിന്ന് മോളാർ മാസ് കാണാം, 180 ഗ്രാം കിട്ടും. അപ്പോൾ 18 ഗ്രാം ബൈ 180 ഗ്രാം, 18 ഗ്രാം ഓഫ് ഗ്ലൂക്കോസ് ആണല്ലോ, അപ്പോൾ 0.1 മോൾ കിട്ടി. നമ്പർ ഓഫ് kilograms ഓഫ് സോൾവെൻറ്റ് 1 കിലോഗ്രാം ആണ്. മൊളാലിറ്റി ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 0.1 ബൈ 1 ചെയ്യുമ്പോൾ 0.1 മോൾ കിലോഗ്രാം റേസ്റ്റ് -1 കിട്ടി. അപ്പോൾ ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് പറയുമ്പോൾ kb/m നമുക്ക് ചെയ്തു. അതായത് kb ഇവിടെ കൊടുത്തിട്ടുണ്ട് 0.52 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റു എം എത്രയാണ്? 0.1. അപ്പോൾ 0.052 എന്ന് നമുക്ക് കിട്ടി. എല്ലാം യൂണിറ്റ് ശ്രദ്ധിക്കുക. ഇനി നമുക്കറിയാം വാട്ടർ ബോയിൽസ് അറ്റ് 373.15 കെൽവിൻ അറ്റ് 1.013 ബാർ പ്രഷർ. അപ്പോൾ ടി ബി എന്ന് പറയുന്നത് 373 ടി ബി സീറോ എന്ന് പറയുന്നത് 373.15 ആണ്. നമുക്ക് ഡെൽറ്റ ടി ബി കിട്ടി 0.052. അപ്പോൾ ടി ബി കിട്ടുമല്ലോ. ടി ബി എത്രയായിരിക്കും? 373.202. ഇത് ഈ പ്ലസ് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടി ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബി പ്ലസ് ടി ബി സീറോ എന്നതാണ്. അപ്പോൾ 0.052 ആണ് ഇവിടെ ഡെൽറ്റ ടി ബി, 373.5 ടി ബി സീറോ ആണ്. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ. നെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻ അതേ ഫോർമുല വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. M2ൽ നിന്ന് എടുക്കുക, ബാക്കി വാല്യൂസ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 58 ഗ്രാം മോൾ റേസ്റ്റ് ടു -1 കിട്ടും. ഇവിടെ 1000 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ഗ്രാം എടുക്കാൻ കാരണം മോളാർ മാസൊക്കെ നമ്മൾ ഗ്രാമിലാണ് എഴുതുക, കിലോഗ്രാമിലല്ലല്ലോ. അതുകൊണ്ടാണ് M2 ഗ്രാമിൽ എടുത്തിരിക്കുന്നത്. ഗ്രാം കിലോഗ്രാം റേസ്റ്റ് ടു -1. വേണമെങ്കിൽ ഒരിക്കലും പറയാം. M2 എന്ന് പറയുന്നത് ടി ബി ഇൻറ്റു എം എന്നാണ് M2 എടുക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ഫോർമുല നോക്കാം. 1000 ഇൻറ്റു W2 ഇൻറ്റു KB ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു W1. അപ്പോൾ 1000 ഇൻറ്റു W2 പറയുന്നത് 1.8 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 1.8 ഗ്രാം ഇൻറ്റു KB പറയുന്നത് 253 ബൈ ഡെൽറ്റ ടി ബി എത്ര കൊടുത്തിരിക്കുന്നത്? ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് 354.11 കെൽവിൻ ആണ്, അല്ലല്ലോ? 54.88 അല്ലേ? ബോയിലിംഗ് പോയിന്റ് ഈസ് റേസ്ഡ് ടു 354.11 കെൽവിൻ ആണ്, അല്ലേ? അപ്പോൾ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ടി ബി മൈനസ് ടി ബി സീറോ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസിൻ 353.23 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ടി ബി മൈനസ് ടി ബി സീറോ ചെയ്തു. അപ്പോൾ 354.11 മൈനസ് പ്യുർ ബെൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ്, അപ്പോൾ 0.88 കെൽവിൻ ആണ് ഇവിടെ എഴുതിയിരിക്കുക. ഇൻറ്റു 90 ഗ്രാം എന്ന് പറയുന്നത് ബെൻസിനാണ്. എല്ലാം ഗ്രാമിലായതുകൊണ്ട് ഇൻറ്റു 1000 ചെയ്തു, കാരണം കിലോഗ്രാം റേസ്റ്റ് -1 ആയതുകൊണ്ട്. അല്ല, നമുക്കറിയാം 1000 കിലോഗ്രാമിലേക്കാണ് എടുക്കേണ്ടത്, കിലോഗ്രാമിനെ ഗ്രാമിലേക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തു. ക്ലിയർ? അല്ലെങ്കിൽ ഈ 1000 വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
മാസ് മോൾസ് ഓഫ് സൊല്യൂട്ട് നോക്കണം. മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ 90 gram ഓഫ് ബെൻസീൻ ഇൻ ബെൻസീൻ്റെ മോളാർ മാസ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 90 gram ബൈ C6H6 അല്ലേ. C6H6 എന്ന് പറയുമ്പോൾ 72 പ്ലസ് ഒരു മിനിറ്റ്, നമുക്ക് മോളാർ മാസാണ് കാണേണ്ടത്, അപ്പോൾ അത് പറ്റില്ല. ശരി, മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ് കാണേണ്ടത്. സൊല്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. സൊല്യൂഷൻ്റെ അല്ലല്ലോ മോളാർ മാസ് ആണ്. അപ്പോൾ 1.8 gram ചെയ്തു. 1.8നെ നമുക്ക് വേണമെങ്കിൽ ബൈ 1000 ചെയ്ത 1.8 gram ഇൻറ്റു 1000 ചെയ്യാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. വേണമെങ്കിൽ മേലെ പോയി ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ കണ്ടോ, നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് 1000 ഇൻറ്റു W2 ബൈ M2 ഇൻറ്റു W1 വരാൻ കാരണം നമ്പർ ഓഫ് മോൾസ് കണ്ടു. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആണ് പറയേണ്ടത്. അപ്പോൾ മാസ് ഓഫ് സോൾവെൻറ്റ് ഇവിടെ ഗ്രാം ആണോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. മാസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കൂ, 90 gram അല്ലേ. അപ്പോൾ 90 ബൈ 1000 ചെയ്യുമ്പോൾ 1000 മേലെ വന്നേ ഉള്ളൂ. ഇനി ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് നമ്മൾ അറിഞ്ഞു. വേപ്പർ പ്രഷർ ലോവർ ആവുമ്പോൾ ഫ്രീസിങ് പോയിന്റ് ലോവർ ആവും. പ്യുവർ സോൾവെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോവറിങ് ഓഫ് ദ ഫ്രീസിങ് പോയിന്റ് കമ്പയറിങ് ടു ദാറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. We know that at a freezing point of a substance, the solid phase is in dynamic equilibrium with the liquid phase. We know that freezing point of a substance, at a freezing point of the substance, solid phase in equilibrium with the liquid phase. Solid phase in liquid phase equilibriumത്തിലായിരിക്കും ഫ്രീസിങ് പോയിന്റിൽ. അപ്പോൾ ഫ്രീസിങ് പോയിന്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്സ് ലിക്വിഡ് ഫേസ് ഈസ് ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഇൻ ദ സോളിഡ് ഫേസ്. അപ്പോൾ ലിക്വിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷർ സോളിഡ് ഫേസിലുള്ള വേപ്പർ പ്രഷറിന് ഈക്വൽ ആവുമ്പോൾ അവിടെ ഫ്രീസിങ് പോയിന്റ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. Solution will freeze when its vapor pressure equal to vapor pressure of pure solid solvent, as is clear from figure 2.8. ഇതാണ് 2.8. ഫ്രോസൺ സോൾവെൻറ്റും ലിക്വിഡ് സോൾവെൻറ്റും തമ്മിലുള്ള വേപ്പർ പ്രഷർ ഫ്രീസിങ് പോയിൻറ്റിൻ്റെ സമയത്ത് ഈക്വൽ ആവും. അപ്പോൾ ഈ സൊല്യൂഷൻ വിൽ ഫ്രീസ് വെൻ ഇറ്റ്സ് വേപ്പർ പ്രഷർ ഈക്വൽസ് ടു വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോളിഡ് സോൾവെൻറ്റ്. അപ്പോൾ സൊല്യൂഷനിൽ പ്യുവർ സോൾവെൻറ്റ് വേപ്പർ പ്രഷർ ഒരു സൊല്യൂഷൻ ഫ്രീസ് ആവുന്നത് പ്യുവർ സോളിഡ് സോൾവെൻറ്റുമായിട്ട് അതിൻ്റെ വേപ്പർ പ്രഷർ ഈക്വൽ ആകുമ്പോഴാണ്. ഇനി റോൾസ് ലോ പ്രകാരം നോൺ വോളറ്റൈൽ സോളിഡ് ഈസ് ആഡഡ് ടു സോൾവെൻറ്റ്. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. മനസ്സിലായോ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ now it would become equal to solid solvent at a lower temperature. അപ്പോൾ വേപ്പർ പ്രഷർ കുറയുമെന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ ഫ്രീസിങ് നടക്കും. സാധാരണ ഒരു വാട്ടറിൻ്റെയൊക്കെ ഫ്രീസിങ് പോയിൻറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടിലും ലോവറിലാണ് അതിൻ്റെ ഫ്രീസിങ് പോയിൻറ്റ് ഉണ്ടാകുക എന്നാണ് പറയുന്നത്. അപ്പോൾ TF0 പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് ആണ് വിചാരിക്കുക. TF എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിക്രീസിങ് ഫ്രീസിങ് പോയിൻറ്റ് TF0 മൈനസ് TF ആണ്. നമുക്കറിയാം TF0 ആണ് പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഫ്രീസിങ് പോയിൻറ്റ് എന്നറിയാം. അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ TF. സോൾവെൻറ്റിൻ്റെ സൊല്യൂഷൻ്റെ വേപ്പർ
ഫ്രീസിങ് പോയിൻറ്റിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് TF0 വന്നിരിക്കുന്നത്. അപ്പോൾ elevation of boiling point, depression of freezing point for dilute solution is directly proportional to m of the solution. Elevation of boiling point നെ പോലെ തന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് മൊളാലിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി പോകുമ്പോൾ KF എന്ന് കിട്ടും. KF എന്ന് പറഞ്ഞു വെച്ചാൽ ഫ്രീസിങ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, മൊളാൽ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നു. ഈ KF എന്ന് പറയും മൊളാലി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സോൾവെൻറ്റ് എന്നും പറയുന്നുണ്ട്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് KF വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സോൾവെൻറ്റ്. ദ യൂണിറ്റ് ഓഫ് KF, യൂണിറ്റ്സ് ഒക്കെ എല്ലാം പഠിക്കുക. KF കെൽവിൻ കിലോഗ്രാം മോൾ റേസ് ടു -1 ആണ്. ഇപ്പോൾ നമ്മൾ മൊളാലിറ്റിയുടെ ഫോർമുല പഠിച്ചുവല്ലോ, അതിനെ റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ ഡെൽറ്റ TF ഈക്വൽ ടു KF ഇൻറ്റു സ്മോൾ എം ആണ്. അതിൽ നിന്ന് സ്മോൾ എമ്മിനെ എലാബറേറ്റ് ചെയ്ത് എഴുതി, അതിൽ നിന്ന് മോളാർ മാസ് കണ്ടുപിടിച്ചു. ഇനി for determining the molar mass of solute, we should know the quantities W1, W2, delta TF along with the molar freezing point depression കോൺസ്റ്റൻറ്റും കൂടി അറിയണം. അപ്പോൾ KFും KBയുടെയും റിലേഷനാണ് ഇനി പറയുന്നത്. വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെ നേച്ചറിനെ KFും KBയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്യാൻ വി അസർട്ടൈൻ ഫ്രം ദ ഫോളോയിങ് റിലേഷൻസ്. അപ്പോൾ KF is equal to R into M1 into TF square by 1000 into delta H fusion. ഇനി KB ആണെങ്കിൽ R into M1 into TB square by 1000 into delta H vaporization. Rഉം M1ഉം for a gas constant and molar mass of the solvent. നമ്മൾ PV equal to nRT എന്ന് പഠിച്ചിട്ടില്ലേ? അല്ല, R എന്താണെന്ന് നമ്മൾ പറയുന്നില്ലേ? R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. M1 എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സോൾവെൻറ്റ്. TFും TB എന്താണ്? TF എന്ന് പറഞ്ഞാൽ ഫ്രീസിങ് പോയിൻറ്റ് ആൻഡ് TB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ദ പ്യുവർ സോൾവെൻറ്റ് റെസ്പെക്റ്റീവ്ലി ഇൻ കെൽവിൻ. പ്യുവർ സോൾവെൻറ്റിൻ്റെ TFും TBയും ആണ് ഇത്. ഇനി പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റാണ് TFും TBയും. ഇനി ഫർദർ ഡെൽറ്റ H ഫ്യൂഷനും ഡെൽറ്റ H വേപ്പറൈസേഷനും എൻതാൽപ്പീസ് ഓഫ് ഫ്യൂഷൻ ആൻഡ് വേപ്പറൈസേഷൻ റെസ്പെക്റ്റീവ്ലി ഓഫ് ദ സോൾവെൻറ്റ്. ഇനി അടുത്ത ദിവസം കണക്കുമായിട്ട് വരാം. നിങ്ങൾ ഇത്ര കാര്യം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോയിലിംഗ് പോയിൻറ്റും ഫ്രീസിങ് പോയിൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ എണ്ണത്തിന് കൊടുത്തിട്ടുണ്ട്. വാട്ടറിൻ്റെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശരിക്കും പഠിക്കുക. വാട്ടർ ബാക്കിയുള്ളത് തരും എന്നാണ് വിചാരിക്കുക. വാട്ടറിൻ്റെ എന്തായാലും കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. താങ്ക് യു.